ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. സോ നമ്മൾ അരിയൊക്കെ കഴുകി വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫിഷ് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷിന് ഫ്രൈ ചെയ്യണം, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കാര്യങ്ങളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കൂടി ആദ്യം നമുക്ക് ഫിഷ് വറക്കാമെന്നാണ് വിചാരിക്കണേ. ഫിഷ് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിടാം. പിന്നെന്താടാ, ഫിഷ് വറക്കണം, അത് കഴിഞ്ഞിട്ട് മറ്റേ മസാല പ്രിപ്പയർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് റൈസ് കുക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടികളതാണ്. സോ ലെറ്റ്സ് ഗോ. വെളിച്ചെണ്ണ ഒഴിക്കേ, സ്പ്രേ ഒഴിക്കേ. മതി മതി മതി. യാ പക്ഷെ ആള് കാണാൻ നല്ല രസമാണ്. ഒരു ചബ്ബി ലുക്ക് ഉണ്ട്. ക്യൂട്ടി ലുക്ക് അല്ലേ? ഇതൊക്കെ എടുക്കുന്നുണ്ടല്ലേ? എടുത്തോ, കുഴപ്പമില്ല. ഞാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വെച്ചാൽ പറഞ്ഞു. വിറ്റാമിൻ ഏതൊക്കെ കിട്ടും? വിറ്റാമിൻ കണ്ണിന് നല്ലതാണുണ്ട്. നമുക്ക് പോവാം. ഞങ്ങളുടെ എക്സാം കഴിയട്ടെ നമുക്ക് പോവാം. ഞങ്ങളുടെ എക്സാം കഴിയട്ടെ ജൂണില്. അപ്പൊ മൺസൂണാവും. എന്റെ എക്സാം തീരും. കണ്ണാലപ്പട്ട് വെച്ച് എവിടെ? മൂന്നാറ്. അഞ്ചാ മോനെ, 3.5 മണിക്കൂർ ബ്ലോക്കാ മൂന്നാറിലായിരുന്നു തൊലിച്ചത്. മറക്കൂല ഞാൻ. ആ സ്റ്റേ പരിപാടി സെറ്റ് ആയിരുന്നു. സ്റ്റേ പരിപാടി ഒക്കെ ബ്ലോക്കേഷ് കനകരാജ് ആയിട്ട് കിടക്കായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ തോര ചെക്കന്മാരെ വായ നോക്കിയിരുന്നോ? പ്ലക്കർ അവിടെ ഉണ്ട്. ഇപ്പൊ തരാം. എന്താ പണി? വെള്ളം ഉണ്ടായില്ലോ. സ്പാനിഷ് എന്താ മറ്റേ തീമേനൊക്കെ അതിക്കിട്ടാണോ? പെട്രോൾ അതാ അടി പിടിച്ചിട്ട് കത്തിയതങ്ങനല്ല. വെളിച്ചെണ്ണല്ലേ? ആ ടെക്നിക്കിലേക്ക് കിട്ടി. വെളിച്ചെണ്ണല്ലേ? അടുക്കള കത്തിക്കും. അത് വെന്തോ നോക്കിട്ട് മറച്ചിട്ടോ. ഇല്ല, തീ കൂട്ടിട്ടായിരിക്കണ എന്തുണ്ടാവും. അപ്പോഴാണ് എനിക്ക് ആ ടെക്നിക്ക് പിടികിട്ടിയത്. എണ്ണ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവുന്നുള്ളത്. സെറ്റാണോ? നല്ല ഇങ്ങനെ ക്രിസ്പി ആവണം. ഭയങ്കര സോഫ്റ്റ് ആവാനും പാടില്ല. അത് നിന്റെ കഴിവ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കഴിവില്ലാത്തതെന്ന് വിളിക്കും. ആവും. രണ്ടാഴ്ച അങ്ങനെ മറക്കണമല്ലോ. ബോധിനി ഹമാര ബ്രാൻഡ് അംബാസഡർ അല്ല, മറ്റേ ആ മസാല പൊടിയുടെ നമ്മൾ പരസ്യം ചെയ്യാൻ പോകുന്നില്ല. നല്ല മണമൊക്കെ ഉണ്ട്. നമ്മള് വീട്ടില് പഠിപ്പിക്കില്ലേ ആ ഒരു ഫ്ലേവറും ആ കൺസിസ്റ്റൻസി ഇല്ല ആ ഒരു പൊടിയുടെ. അതൊക്കെ ശരിക്കും നമ്മൾ മില്ലിൽ പോയി പൊടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവം ഫീലെല്ലാം കിടക്കിയത്. ഇതൊക്കെ തന്റെ സ്കോറിനെ ബാധിക്കും. ജോലി തരില്ല. എന്റെ ഹോട്ടലിൽ തനിക്ക് ജോലി തരില്ല. നമ്മള് ഹയാത്തല്ലേ ജസ്റ്റിനെ പണി നമ്മള്.
ഇനിയിപ്പൊ അത് പറഞ്ഞ നെയ്യ് അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് കളയുന്നുണ്ട്. ഓരോ ഉരുക്കട്ടെ ആ നെയ്യുള്ള പീസ് വറുത്ത് കഴിഞ്ഞ് എടുത്തിട്ട് ഒരു പ്ലേറ്റ് ഇട്ട് ജസ്റ്റിന് കൊടുക്കും. അവ എങ്ങനെ തിന്നാന്ന് കാണിച്ചത്. അവൻ ഞം ഞം കഴിക്കും. ഞം ഞം നല്ലതല്ലേ? ഞം 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 ഞം. പന്നാരസ്പെട്ട് കൊച്ച് അതെ ഇതൊക്കെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടോ? അയ്യോ ഇതല്ല അതല്ലേ പറ്റി ഇതൊക്കെ മമ്മി ഇരുന്ന് കാണുന്ന വീട്ടിൽ ഇരുന്നിട്ട് ശരിയാക്കി തരാം ശരിയാക്കി തരാടാ. അതെ ഇതാണ് ഇങ്ങനെ ഓണാക്കി വെച്ച് ഞാൻ നഗ്ന സത്യങ്ങൾ പുറത്തു വരും. പണ്ട് ഞാൻ രാജസ്ഥാനിലായിരുന്നപ്പോൾ തവായ അതന്നെ. അതൊന്നും ചട്ടി എന്തിനു മീൻ വറക്കാൻ? ചട്ടിയിൽ നിങ്ങള് മീൻ വറക്കണേ? ആ കറുപ്പ് ചട്ടിയിലെ അതെവിടെ? ഓ തപ്പിട്ടില്ല. അത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ, ഇവിടെ നോക്കിയായിരുന്നില്ല. മോളിൽ ഞാൻ നോക്കി ഒതുക്കിയപ്പോ പക്ഷെ മറ്റേന്റെ തട്ടുമ്പുറത്ത് നോക്കിയിട്ടില്ല കേട്ടാ. അല്ല അതൊന്നല്ല, അവിടെ നിന്ന് ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് ബെഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡിന്റെ അടിയിൽ നിന്ന് സാധനങ്ങൾ മാറ്റിയില്ല എന്നിട്ടല്ലേ ആ റാക്കിന്റെ മുകളിലേക്ക് നമ്മള് സൈഡിലേക്ക് സാധനങ്ങൾ വെച്ചത്. ഞാനത് മസാല ഉണ്ടാക്കണം. മസാലക്കുള്ള ഐറ്റംസ് റൈസ് കഴിക്കാൻ വെച്ചു. ഞാൻ അവിടെ എഡ്വിൻ എന്തൊക്കെയോ ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ഇനി കാണാം. ഇനി അടുത്ത് റെഡി ആയിട്ട് കാണാം. നമ്മള് ഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല. ഫുഡ് കുക്കിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ മോട്ടോർ ഷോ അല്ല ബൈക്ക് ഷോ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ഡെഡ് ബൈക്ക് റേസ്. ആ വീഡിയോ ഇപ്പൊ തുടങ്ങും. ആക്ച്വലി ഇപ്പൊ ഓൾറെഡി ഇപ്പൊ തുടങ്ങാറായി. സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. 7 laps ഉണ്ട് ഒരു റേസ് 7 laps. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാക്ക്. അത് ആ ഭാഗത്ത് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി അങ്ങനെ പോയി വീണ്ടും അവിടെ തന്നെ നിന്ന് കയറും. അപ്പോൾ ഒരു ലാപ്പ് അങ്ങനെ 7 ലാപ്പാണ് പെർ റേസ് വരുന്നത്. സോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അടിയുണ്ടോ?
പെട്ടെന്ന് അടി ഉണ്ടായിട്ടോ. എന്താ ഉണ്ടാവണെന്ന് അറിയില്ല. ഹെൽമെറ്റ് നല്ലൊരു അടി പൊട്ടിരിക്കണേ. എന്താ സംഭവം ഒന്നും അറിയില്ല. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പളക്കണ കണ്ടു. സോ ഗോഡ് നോസ് വാട്ട്. അങ്ങോട്ട് പോയി നോക്കിട്ട് ഈ കഴിഞ്ഞ റേസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ കഴിഞ്ഞ റേസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത്. പക്ഷെ നാട്ടിൽ കുറച്ചും കൂടി ഒന്ന് എന്റർടൈൻ ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആൾക്കാരൊന്നും ഇല്ല കാണാനായിട്ട്. പക്ഷെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളിയാണ്. ട്രാക്കൊക്കെ ഇവിടെ വേണം. അത് അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പെൻസും റോട്ടിലുള്ള പരിപാടികളൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ ട്രാക്ക് നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് ഇതേപോലെ ട്രാക്ക് ആണെങ്കിൽ റോട്ടിൽ പകുതി ആൾക്കാരും കുറഞ്ഞു കിട്ടും. ട്രാക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതല്ലേ വേണ്ടേ? അല്ല, റോട്ടിൽ ശരിയായിട്ട് ഓടിച്ചാൽ മതി. അതിനേക്കാളും ടഫാണ് ഇതിലോടിക്കാൻ. ഇങ്ങനെ ട്രാക്ക് ആണെങ്കിൽ അവർ ഇവിടെ വന്ന് കൊടുത്തു. അയ്യോ ചേട്ടാ, ആ വണ്ടി സ്റ്റക്കായി ചേട്ടാ. ഇഞ്ചുറീസ് അല്ലേ? നല്ല രീതിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും. ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഓടിക്കുക. അപ്പൊ അത് അടുത്ത് ഇറങ്ങി. ഇതൊരു വികാരാണ് മോനെ, വികാരം. റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരാ? ഞങ്ങൾ പരിചയക്കാരോ വന്ന് ഫസ്റ്റില് അവിടെ വീണല്ലേ? ഓ അടുത്ത ട്രാക്ക് ആൾക്കാരൊന്നും അവിടെ വീണതാ. Actually, he's a handicapped person. Oh. Passion. Verum passion. എന്റെ മോനെ കഴിവിനില്ലേ? റീലാക്സ് ഉണ്ടോ? മോട്ടോർ സ്പോർട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിക്കാണ്. ഇതേ ഫുഡ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതേ ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടി എടുക്കാൻ മറന്ന്. അപ്പോൾ എടുത്തിട്ടുണ്ടാ? അപ്പോൾ നമ്മളിതിൽ കയറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കേൾക്കാണ്. അജുമാൻ, ഓക്കെ, എബിമോൻ പറയൂ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഷെഫ് എബിമോന് കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.